ഞങ്ങളുടെ ഒരു ഹിമാചൽ ഡേ ഇൻ അവർ ലൈഫ് കണ്ടാലോ? ആസ് യൂഷ്വൽ രാവിലെ എണീക്കുക, പ്രഭാതകൃത്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. ശേഷം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു കോഫി ഇട്ട് കുടിക്കാൻ കേട്ടോ. അവിടെ കഫേ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ കെറ്റിൽ കൊണ്ടുപോയിരുന്നു. ഇവിടുന്ന് ഈ ചുവന്ന് കേരളത്തിൽ നിന്ന് ചുവന്ന് പേർക്ക് ഇത്രയും സ്റ്റേറ്റ്സ് കവർ ചെയ്ത് അവിടെ വരെ കൊണ്ടുപോയി കേട്ടോ. പിന്നെ കോഫി ഇട്ട് ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുക. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വലുതായിട്ടൊന്നും നമ്മളിങ്ങനെ കഴിക്കാറില്ല. ജസ്റ്റ് നട്ട്സ് എന്തെങ്കിലും ഇത് കിട്ടുന്നത് കഴിക്കും. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് മൊമെൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ ഇന്ന് വർത്തമാനം പറഞ്ഞൊക്കെ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കുന്നു, അവളുടെ പണിയിലേക്ക് കിടക്കുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധനങ്ങളും അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പീലി ട്രിങ്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പീലി ട്രിങ്കറ്റ്സ് ചെക്ക് ചെയ്താൽ മതി, അതിനകത്തുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചന്തുവിൻ്റെ എഴുത്തും കുത്തു പരിപാടികളൊക്കെ അവിടെ നിന്ന് ചെയ്തു. എനിക്കൊരു കമ്പനിയായിരുന്നു അവളും കൂടി ഉണ്ടായത്. കാരണം നല്ല തണുപ്പായിരുന്നു, എൻ്റെ കൈയും കാലൊക്കെ നല്ല വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ടൈം എടുത്തു ഞാൻ ആ ക്ലൈമറ്റുമായിട്ട്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരു ക്യൂട്ട് ഫാമിലി. അവർ പുറത്തുനിന്നാണ് കേട്ടോ, എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ധാബയെന്ന് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ആലുപറത്ത ഇങ്ങനെ എന്തൊക്കെയോ എന്തോ രണ്ട് സാധനം മേടിച്ചു. നിന്നെ ജസ്റ്റ് അവിടെ ആ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി, പ്രത്യേകിച്ച് ആ ഒരു തണുപ്പൊന്നൊന്ന് മാറാൻ വേണ്ടി. പിന്നെ കുറച്ച് സാധനങ്ങളോട് ഉണ്ടാക്കി തിരിച്ച് റൂമിൽ കയറി ചന്തു അവളുടെ തുണി കാര്യങ്ങളൊക്കെ കഴുകി, ഞാനൊന്ന് കുളിച്ചു ആ തണുപ്പത്ത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് മാഗിയൊക്കെ മേടിച്ചിട്ട് വന്ന് ഡിന്നർ റൂമിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എനിക്ക് മെയിനായിട്ടും തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു പുതിയ സ്ഥലം, ആൾക്കാർ മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. പ്ലീസ് ടു സബ്സ്ക്രൈബ്.